നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അക്കിക്കാവ് സെന്ററിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 10:45 താഴത്തെ അക്കിക്കാവ് സെന്ററിലായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം കുമ്പളങ്ങി പന്നാമ്പള്ളി വീട്ടിൽ ജോർജ് P. ജോസഫാണ് മരിച്ചത്. 49 വയസ്സാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിന്നും അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കയറിയ കാറിൽ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓടിട്ട പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ്സിനുള്ളിലേക്ക് തകർന്നു വീണു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ കോഴിക്കോട് ഫവാസ് വീട്ടിൽ ഐമൻ അക്ബർ, വയനാട് മാരിപ്പോട് സന്നിക, പല്ലൂർക്കാവ് തൂമുക്കൽ സോഫിയ തോമസ്, തൃശൂർ ഒല്ലൂർ ചോൻകുളങ്ങര അഭിനവ് കൃഷ്ണ, കോഴിക്കോട് മുറിക്കൽ ചിറ വിപിൻ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ 3ഓളം പേർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PA മാധവൻ അന്തരിച്ചു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് എറണാകുളത്ത് റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15 അന്ത്യം. 2011-2016 കാലഘട്ടത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാംഗമായിരുന്നു. 13 വയസ്സു മുതൽ തന്നെ സജീവ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണി ജില്ലാ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, സീതാറാം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് ഡയറക്ടർ, മാള കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ, മത്സ്യ വിൽപ്പന തൊഴിലാളി സഹകരണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച് വരുന്നതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുണ്ടായ അപകടത്തിലാണ് സാരമായി പരിക്കേറ്റത്. വീടിന് സമീപത്തുവെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തിൽ സംശയമുയർത്തി കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം DCC ഓഫീസിൽ പൊതുദർശനമുണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച സംസ്കരിക്കും. സാവിത്രി ഭാര്യയും സമീർ, സമോദ് എന്നിവർ മക്കളുമാണ്. തെരുവുനായ ശല്യം മൂലം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കഴിഞ്ഞ ദിവസം മേഖലയിലെ നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റിയതോടെയാണ് വിദ്യാലയം ബുധനാഴ്ച തുറന്ന് പ്രവർത്തിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പട്ടിപിടുത്തം രാത്രി വരെ തുടർന്നു. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാന അധ്യാപിക ഷീജ ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടുന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പട്ടികളെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികളെ വിടാനൊക്കെ നല്ല പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാം നല്ല രീതിക്കാണ് പോകുന്നത്. ഭീതിയില്ലാതെ സാധാരണ ദിവസങ്ങളിൽ വരുന്നത് പോലെ കളിച്ചിരികളുമായാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത്. ക്ലാസുകളും സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രവർത്തിച്ചു. പട്ടികളെ പിടികൂടിയെങ്കിലും ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് പ്രധാന അധ്യാപിക ഷീജ ടീച്ചറും PTA പ്രസിഡന്റ് CD പരമേശ്വരനും പറഞ്ഞു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. വരുമ്പോഴായാലും പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആ സംഖ്യയൊക്കെ നമ്മൾ ഒഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ തമ്പടിച്ചിരുന്ന അമ്മപ്പട്ടിയും അതുപോലെ കുഞ്ഞുങ്ങളും മറ്റു നായ്ക്കളൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം നമുക്കായിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. പഞ്ചായത്ത് നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ ആശങ്കയും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിലിന് മീതത്തിലാണ് പട്ടികളിൽ നിന്ന് കൂടുതലും പ്രവേശിക്കും. സ്കൂളിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന് പട്ടികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ചുറ്റുമതിലിന്റെ ഉയരം
വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപികയും PTA പ്രസിഡന്റും പറഞ്ഞു. 2 ദിവസത്തെ അവധിക്ക് ശേഷം വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികളും രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലെത്തിയിരുന്നു. ഇന്ന് ഡോക്ടേഴ്സ് ദിനം. രോഗിയെ മരുന്നുകൊണ്ട് മാത്രം ചികിത്സിക്കാതെ കരുതലും സ്നേഹവും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഡോക്ടർമാരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അത്തരത്തിൽ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളായി മാതൃകയായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ CJ ജോസ്. 1940 ജനിച്ച ഡോക്ടർ CJ ജോസ് തൃശൂർ ജില്ലയിലെ ചേറ്റുപുഴക്കാരൻ ഹൌസിൽ നിന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം തൃശൂരിലെ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിലും തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം സേക്രഡ് ഹാർട്ട് കോളേജിലുമാണ് പൂർത്തിയാക്കിയത്. പിന്നീട് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. മെഡിക്കൽ പഠനത്തിനു ശേഷം വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൌസ് സർജറിയും പുതുച്ചേരിയിലെ ജിപ്മറിൽ നിന്ന് ജനറൽ മെഡിസിനിൽ MD ബിരുദവും കരസ്ഥമാക്കി. 1969 മുതൽ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായും മെഡിക്കൽ സൂപ്രണ്ടായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആയിരക്കണക്കിന് രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ കൈത്താങ്ങായി മാറി. ഡോക്ടർ എന്ന പദവിയെ ഒരു തൊഴിൽ മാത്രമായി കാണാതെ മനുഷ്യസേവനത്തിനുള്ള ദൗത്യമായി ഏറ്റെടുത്ത വ്യക്തിയാണ് ഡോക്ടർ CJ ജോസ്. രോഗികളോടുള്ള കരുതലും ലാളിത്യവും ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ പ്രിയങ്കരനാക്കി. രോഗിക്ക് മരുന്ന് നൽകുന്നതിനപ്പുറം കരുതലും ആത്മവിശ്വാസവും പകരുന്ന ചികിത്സാരീതിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ലാളിത്യവും വിനയവും മനുഷ്യസ്നേഹവും കൈമുതലാക്കി ജീവിതം മുഴുവൻ ആതുരസേവനത്തിന് സമർപ്പിച്ച അദ്ദേഹം ഡോക്ടർ എന്ന പദവിയുടെ യഥാർത്ഥ അർത്ഥം സമൂഹത്തിന് കാണിച്ചു നൽകിയ വ്യക്തിയാണ്. ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും സമീപനവും ഇന്നും നിരവധി പേർക്ക് പ്രചോദനമാണ്. ഡോക്ടർ CJ ജോസിനെ പോലെ രോഗീപരിചരണത്തിൽ സമർപ്പണവും സേവന മനോഭാവവും പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് എന്നും മാതൃകയായിരിക്കും. ഡോക്ടേഴ്സ് ഡേയിൽ UKG വിദ്യാർത്ഥിയുടെ വേറിട്ട മാതൃക. ഡോക്ടർക്ക് പൂച്ചെടി നൽകി ഹൈസാൻ സഹക്. പനിയെ തുടർന്ന് അൻസാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊപ്പം അഴകൻ കണ്ടത്തിൽ നസീഹ് ഷഹരിയ ദമ്പതികളുടെ മകൻ ഹൈസാൻ സഹക്കാണ് വേറിട്ട സ്നേഹപ്രകടനത്തിലൂടെ ശ്രദ്ധേയനായത്. വാർഡിൽ രാവിലെ പരിശോധനയ്ക്കെത്തിയ കുട്ടികളുടെ വിഭാഗം ഡോക്ടർ PK സാജുവിന് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഹൈസാൻ സീനികം പൂച്ചെടി നൽകുകയായിരുന്നു. ദേശീയ ദുരന്ത പ്രതികരണ സേന NDRFന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം നഗരസഭ മിനി ടൗൺ ഹാളിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ അഞ്ഞൂർ വില്ലേജ് മരോട്ടിക്കുന്ന് പ്രദേശത്തെ ജനങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കണമെന്ന് NDRF അധികൃതർ അറിയിച്ചു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 7ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും വിദ്യാഭ്യാസ കിറ്റ് വിതരണവും നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ നിർവഹിച്ചു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യാതിഥിയായി. ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP ഉദയൻ, കൗൺസിലർ ജോയ് ചെറിയാൻ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്, ബ്ലോക്ക് സെക്രട്ടറി B മോഹൻകുമാർ, വാർഡ് പ്രസിഡന്റ് RV ഷാജഹാൻ, സെക്രട്ടറി AT ഷാജു എന്നിവർ സംസാരിച്ചു. 1 ലക്ഷത്തിലധികം ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് പാലയൂർ പള്ളിയുടെ മാതൃക നിർമ്മിച്ച കോട്ടപ്പടിയിലെ കലാകാരൻ ബിജു മാറോക്കിയെ കോട്ടപ്പടിയിലെ സാംസ്കാരിക കൂട്ടായ്മയായ കോട്ടപ്പടി സ്റ്റോറീസ് ആദരിച്ചു. പ്രസിഡന്റ് സെബി താണിക്കൽ, വൈസ് പ്രസിഡന്റ് ലെൻസൺ കാക്കശ്ശേരി, സെക്രട്ടറി NJ ജെയ്സൺ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൽവിൻ കോട്ടപ്പടി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ CK ജോൺ മാസ്റ്ററുടെ 2ാം അനുസ്മരണം സംഘടിപ്പിച്ചു. മരത്തംകോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നടത്തിയ അനുസ്മരണ ചടങ്ങ് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ സെബി മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ MP സിജോ, രവി കോതോട്ട്, ജോയ് ആന്റണി, ഷാജൻ മാണി, CG അനിൽ, മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞിരമുക്ക് MG സ്കൂൾ വിദ്യാർത്ഥികൾ കാഞ്ഞിരത്തിങ്കൽ യുവജന വായനശാല സന്ദർശിച്ചു. വായനശാലയിലെ വിവിധ വിഭാഗങ്ങൾ, പുസ്തകങ്ങളുടെ ക്രമീകരണം, അംഗത്വ നടപടികൾ എന്നിവയെക്കുറിച്ച് സെക്രട്ടറി റോയ്സൺ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. കുട്ടികൾ താളിയോലകൾ പരിചയപ്പെട്ടു. സന്ദർശനത്തിന് പ്രധാനാധ്യാപിക ഷൈജി തമ്പി, അധ്യാപകരായ സിബിൻ വർഗീസ്, CA റസീന, സൂര്യഹരി എന്നിവർ നേതൃത്വം നൽകി.
കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വാഗ യൂണിറ്റ് സമ്മേളനവും വ്യാപാരി മിത്ര മരണാനന്തര ധനസഹായ വിതരണവും നടത്തി. അയ്യപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ ഹാളിൽ നടന്ന യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം VT ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപ മരണമടഞ്ഞ വ്യാപാരി വ്യവസായി സമിതി അംഗം രാമചന്ദ്രന്റെ ഭാര്യ ദ്രൗപദിക്ക് കൈമാറി. ഏരിയ സെക്രട്ടറി KL ജോസ്, KV സുരേഷ്, VL സെബി, ദേവസി, ബാബു, മുജീബ് റഹ്മാൻ, VK സത്യൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വേലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വേലൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CO കൊച്ചു മാത്യു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി C നാരായണൻ, ജോൺ ജോഫി, KL തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പച്ചക്കറി തൈ വിതരണം നടത്തി. കുന്നംകുളം യങ് മൈൻഡ്സ് വിമൻസ് ക്ലബ് ഡോക്ടർ ഡേയിൽ സീനിയർ ഡോക്ടറായ കുഞ്ഞമ്മ മാത്യുവിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ലിനറ്റ് ഡേവിസ്, സെക്രട്ടറി AC സുനിതയും മറ്റ് ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുത്തു. ചരമം. കാട്ടകമ്പാൽ കിഴക്കുമുറി തച്ചിലത്ത് പരേതനായ ശിവശങ്കരൻ നായരുടെ ഭാര്യ രാധ നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടത്തും. അജീഷ്, അനീഷ് എന്നിവർ മക്കളാണ്. ചെറുവത്താനി കോരങ്ങത്ത് വേലുമകൻ രാഘവൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടത്തും. പരേതയായ സരസ്വതി ഭാര്യയാണ്. ഷീബ, ഷിജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി കുത്തൂർ വെള്ളാട്ടുകര വാറുമകൾ റീത്ത നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. ഫ്രാൻസിസ്, സിസ്റ്റർ റോസ് കിരൺ, സിസ്റ്റർ തെരേസ, ലില്ലി ആന്റണി, ജോസഫ്, പരേതരായ LC തോമസ്, ലീവിസ്, സിസ്റ്റർ ജൂലിയാന എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുൻ കായികാധ്യാപകൻ കുന്നത്തേരി ഒറുവിൽ ചാമി മകൻ നാരായണൻ മാസ്റ്റർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.